മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതെന്തോ അതാണ് രത്നങ്ങൾ. പ്രകൃതിയുടെ വരദാനമായ രത്നങ്ങളുടെ വിശേഷങ്ങളുമായി രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശ്രീവാസ്. നമസ്കാരം. രത്നശാസ്ത്ര നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ടുള്ള നക്ഷത്രത്തിളക്കമുള്ള ഒരു രത്നത്തെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. സ്റ്റാർ റൂബി പരിചയപ്പെടുത്തി. എനിക്ക് തോന്നുന്നു അത് റൂബി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇതും ഉപയോഗിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളത് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ക്യാരറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ദശാകാലങ്ങൾ മാത്രം നോക്കിപ്പോയി റൂബി സൂര്യരത്നം വാങ്ങി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു. ഒരു റൂബി ഉപയോഗിക്കാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ നമുക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ റൂബിയുടെ ഒറിജിനൽ നാച്ചുറൽ റൂബി പോലെ തന്നെ സിന്തറ്റിക് റൂബികൾ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് വരുന്ന ഇത് മാർക്കറ്റിൽ ധാരാളമുണ്ട്. അത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഈ റൂബി രത്നത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്? ആ ഒരു വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എല്ലാ രത്നങ്ങൾക്കും സിന്തറ്റിക് രത്നങ്ങളും ഹീറ്റിങ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ജനറലി കല്ലുകൾക്കെല്ലാം ഈ ട്രീറ്റ്മെന്റ് ഹീറ്റഡ് സ്റ്റോൺസ്, ബ്ലീറ്റഡ് സ്റ്റോൺസ്, ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് മെയിനായിട്ടുള്ളത്. മെയിൻ 3 ട്രീറ്റ്മെന്റ് അതാണ്. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്ന 4 കല്ലുകൾക്കും ഈ ഹീറ്റിങ് വരുന്നുണ്ട്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് രക്തതലത്തിലേക്ക് ഖനനം ചെയ്തെടുത്ത് കഴിയുമ്പോൾ രക്തതലത്തിന് വീക്കായിട്ടുള്ള കളർ പോർഷനിൽ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് അത് ഒരു ഈവണായിട്ട് അത് ഒരേപോലെ കളർ സ്പ്രെഡ് ചെയ്യിക്കുന്ന ഒരു ഇന്റർനാഷണലിലേക്ക് ഇപ്പം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റ്. കാരണം അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും വരുന്നില്ല. പിന്നെ ട്രീറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ യെല്ലോ സഫയറിനകത്തൊക്കെ ഇപ്പം നമ്മൾ പറയുന്നത് യെല്ലോ സഫയറിന ഡാർക്ക് ആയിട്ടുള്ള മഞ്ഞ കളർ തിളങ്ങുന്ന മഞ്ഞ കളർ യെല്ലോ സഫയറും മാർക്കറ്റ് കീഴടക്കിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോഴും പഴയ ശ്രീലങ്കൻ യെല്ലോ സഫയർ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ അത് പെയിൻ യെലോയിഷാണ്. ഈ ഹീറ്റ് ചെയ്തിരിക്കുന്ന കല്ലും ഈ ട്രീറ്റഡ് ആയിട്ട് ബെറിലി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ മഞ്ഞ കളർ കയറ്റുവാണ്. കഴിച്ചോളപ്പോൾ കല്ലിന്റെ ഗുണം എന്നായിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സ് വിചാരിച്ച് വില കൊടുത്ത് വാങ്ങുന്ന കല്ലാണ്. ഈ കല്ലിനകത്ത് ബെറിലി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പ്രയാസമില്ല. ഒരിക്കലും റിട്ടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പെയിൽ യെലോയിഷ് ആയിട്ടുള്ള ശ്രീലങ്കൻ സഫയറും ഈ ട്രീറ്റ് ചെയ്തിരിക്കുന്ന മഞ്ഞക്കളർ ചേർത്ത് വെറുതെ ചേർത്ത് വന്നിരിക്കുന്ന കണ്ടാൽ ഒരു സാധാരണയാണ് ആദ്യം വെറുതെ എടുക്കുക. വെറുതെ ട്രീറ്റ് ചെയ്യാൻ നല്ല മഞ്ഞ കളറുള്ള കല്ല് എടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം നമ്മൾ വലിയ തിളക്കം പ്രതീക്ഷിച്ചത് നമ്മൾ ഒരു കല്ലിന് ഒരു തിളക്കമുണ്ടെന്ന് വിചാരിച്ചാൽ ചെല്ലുമ്പോൾ അതിനും വലിയ തിളക്കത്തിൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംശയ ദൃഷ്ടിയോട് കൂടിയേ കാണാം. കാരണം ഇത് ഗ്ലാസ് ഫില്ലിങ് ആയിരിക്കും. അപ്പോൾ റൂബിയുടെ മെയിനായിട്ടുള്ള റൂബിയുടെ ചാർജ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫിൽഡ് കല്ലുകൾ മാർക്കറ്റിൽ വരുന്നതാണ്. വളരെ തിളക്കത്തോടു കൂടി ലീഡ് ഗ്ലാസ് ഇട്ടിട്ട് റെസിസ്റ്റൻസ് പവറുള്ള ഗ്ലാസ് ആണ് ലീഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അത് ഫ്രാക്ചറിനകത്ത് ഫില്ല് ചെയ്ത് കയറ്റുക. ചൂടാക്കി ഫില്ല് ചെയ്ത് കയറ്റി മാർക്കറ്റിൽ വരുന്നത്. നമ്മൾ സാധാരണ വലിയ ജ്വല്ലറികളെ കാണുന്ന നെക്ലസുകളെല്ലാം ഈ പറയുന്ന പോലെ കളർ സ്റ്റോൺസിന്റെ നെക്ലസിലായി ഞാൻ പറഞ്ഞു. ഡയമണ്ട് അല്ല, കളർ സ്റ്റോൺസ് നെക്ലസ് അതെല്ലാം ഗ്ലാസ് ഫില്ലിംഗ് ആണ്. കാരണം അത് ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല തിളക്കമുള്ള. അതിപ്പോൾ നമ്മൾ നെക്ലസ് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നെക്ലസ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പക്ഷേ ഈ ഒരു സൂര്യൻ്റെ അനുകൂലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ സൂര്യപ്രകാശം
സൂര്യന്റെ ആ എനർജി നമ്മുടെ ബോഡിയിൽ കിടത്തി ഇടാനുള്ള ഒരു കൺസെപ്റ്റിലാണല്ലോ ഈ വേദിക് അസ്ട്രോളജി ഒക്കെ പറയുന്നത്. അതിന് ഈ കല്ല് ഉപയോഗിക്കാം. അതിന് 100% ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പൊ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ മൊസാംബിക് റൂബിയുണ്ട്, ആഫ്രിക്കൻ റൂബി തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്കിപ്പോൾ അതാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം അതൊന്നും ഒരു തരത്തിലുള്ള ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും ഇല്ല. നമുക്ക് വലിയ ഷൈനിങ് അല്ല വേണ്ടത്. ഇത് ഈ മൊസാംബിക് അല്ലെങ്കിൽ ആഫ്രിക്കൻ റൂബി എന്ന് പറയുമ്പോൾ അതിന്റെ കളറിൽ വ്യത്യാസമുണ്ടോ? ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് ക്രോമിയത്തിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് അത് വ്യത്യാസമാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് റൂബിയിലെ ലൈറ്റ് കളർ വരുന്നത് ശ്രീലങ്കയിൽ നിന്ന് മെയിൻ ചെയ്യുന്നതാണ്. ശ്രീലങ്കയിൽ ഉള്ള കല്ലുകൾക്ക് ലൈറ്റ് കളർ റൂബിയാണ്, ലൈറ്റ് കളർ പിങ്ക് റൂബി. പിങ്ക് സഫയർ വരുന്നത്, പിങ്ക് സഫയർ ഈക്വൽസ് ടു റൂബി. പിങ്ക് സഫയർ എന്ന് പറഞ്ഞാൽ റൂബിയാണ് ശരിക്കും പറയുന്നത്. പത്മരാഗം എന്ന് പറയുന്ന കല്ലായിട്ടാണ് പിങ്ക് സഫയറിനെ പറയുന്നത്, പത്മരാഗം. അതൊക്കെ നമുക്ക് ശ്രീലങ്കയിലെ കിട്ടത്തുള്ളൂ. ശ്രീലങ്കയിൽ വലിയ ഡാർക്ക് ഇത് കിട്ടുന്നില്ല, ഡാർക്ക് ആയിട്ടുള്ള റൂബി കിട്ടുന്നത്. കുറച്ച് ലൈറ്റിഷ് ആയിട്ടുള്ള കളർ ഭംഗിയുള്ള റൂബിയാണ്. പിങ്ക് റൂബി, റോസ് നിറത്തിലുള്ള റൂബിയുണ്ട്. അതെല്ലാം റൂബി തന്നെയാണ്. ഇതിനകത്തുള്ള മിറൽസ് എല്ലാം ഒന്നാണ്, അതിന്റെ ഹാർഡ്നെസ് എല്ലാം ഒന്നാണ്. ഉപയോഗിക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാച്ചുറൽ ആയിരിക്കണമെന്ന് മാത്രം, 100% നാച്ചുറൽ. പിന്നെ വരുന്നത് നമുക്ക് ഫ്ലക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ കുട്ടിയായ കെമിക്കലി കയറ്റിയിട്ട് അത് ഫ്ലക്സ്, അതും ഈ പറഞ്ഞ പോലെ ക്രാക്ക് അടയ്ക്കുക. നമുക്കൊരു മൈൻ ചെയ്ത് വരുന്ന രക്തതലങ്ങൾക്ക് ഒരുപാട് ഫ്രാക്ചർ ഉണ്ടാവും. ഇതെല്ലാം വേസ്റ്റായിട്ട് പോകാതിരിക്കാനായിട്ട് മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചൊരു ടെക്നിക്കായിരുന്നു. അതിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒറിജിനൽ റൂബിയായിട്ട്. മറ്റങ്ങനെയല്ല, മറ്റേ നമ്മൾ മൈനിങ് കഴിഞ്ഞ് യഥാർത്ഥമായിട്ട് കട്ട് ചെയ്ത് അത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്നു, അതേ ഉള്ളായിരുന്നു. ഒരുപാട് വേസ്റ്റ് വരും. വേസ്റ്റ് വരുന്നതെല്ലാം ഗ്ലാസ് ഫില്ല് ചെയ്ത് നെക്ലസിനായിട്ടും ചെറിയ സെറ്റിംഗ് ഏരിയകളായിട്ടും മാർക്കറ്റിൽ വരും. ഒന്നും വേസ്റ്റ് വരും. ഇതാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ധരിക്കുന്നവർക്കാണ് ഇതിന്റെ നഷ്ടം വരുന്നത്. ഒരു അസ്ട്രോളജിക്കൽ പർപ്പസിന് വേണ്ടി പോയി വാങ്ങി ധരിക്കുമ്പോൾ ഈ പറയുന്ന ട്രീറ്റഡോ അല്ലെങ്കിൽ ഹീറ്റഡോ ആയിട്ടുള്ള സ്റ്റോണുകളിലേക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ തന്നെ നല്ലത്. റേഡിയോയിട്ട് ഉണ്ടാക്കിയ കല്ലുകൾ ധരിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ പ്രോബ്ലം ചിലപ്പോൾ അലർജി പോലെയുള്ള അലർജി കംപ്ലൈൻസ് ഒന്നുമേ ധരിച്ച അലർജി കൂടത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ റൂബിയെ കുറിച്ചാണ്, അതിന്റെ ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ്. ഇത് റൂബി എന്ന് പറയുന്നത് സൂര്യരത്നമാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു രശ്മികളെ എനർജിയെ മനുഷ്യ ബോഡിയിലേക്ക്, മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിടാനൊരു റിസീവറാണ്. അപ്പൊ അത് നമുക്ക് ഈ മോതിരത്തിലോ അല്ലെങ്കിൽ ലോക്കറ്റിലൊക്കെ മൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ആയിട്ട് അത് ടച്ച് ചെയ്തിരിക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. ഈ റൂബിക്ക് നിർബന്ധം, റൂബിയുടെ ട്രാൻസ്പെറൻസി ഉള്ള കല്ലുകളാണ്. അത് നമ്മുടെ ബോഡി ടച്ച് ചെയ്താണ്ട് കുഴപ്പമില്ല. പക്ഷെ ടച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കല്ലിന്റെ അടി പിൻഭാഗം ഷാർപ്പ് പോയിട്ടാണ് നമുക്ക് കൂടെ കുത്തി വേദനെടുക്കാൻ. പിന്നെ ഒരുപാട് ടച്ചായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്കൂട്ടർ അങ്ങനെ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ കയ്യിലെ പ്രഷറ് കൊണ്ട് ഈ കല്ല് മേലോട്ട് തള്ളിപ്പോയി. ഇപ്പൊ എല്ലാ കല്ലുകളും 916 ചെയ്യുന്ന കൂടുതൽ ടീച്ചിങ് ക്യാരക്ടർ കുഴപ്പമില്ല. 916 ചെയ്യുന്നതൊക്കെ ആകുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിന്റെ ചെറിയ പീച്ചോ അതിന്റെ ആ സെറ്റിങ്ങോ വിട്ട് കല്ല് ചിലപ്പോൾ വീട്ടിൽ കല്ല് കാണാം. ഒരുപാട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ടച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കല്ലുകളുണ്ട്. നമ്മൾ മാക്സിമം ക്ലോസ് ചെയ്ത് വെക്കുന്ന കല്ലുകൾ പാക്ക് സ്റ്റോൺസുകളാണ്, വെട്ടം കയറാത്ത കല്ലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഈ റൂബി ഇപ്പൊ ഉപയോഗിച്ച് ഇരിക്കുന്ന ഒരാൾ, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൾ ഇതിനെ ഇടയ്ക്ക് എങ്ങനെയും ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ ഓയിൽ, അതിനെന്തെങ്കിലും ഓയിൽ ഇട്ട് വെക്കുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എപ്പോഴും കല്ലുകൾ നമ്മൾ ഉപയോഗത്തിൽ വലിയ കുഴപ്പം വരത്തില്ല. ഉപയോഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനകത്ത് വെള്ളം വീഴും, കുളിക്കുമ്പോൾ വെള്ളം വീഴും, മുകളിലിടുമ്പോൾ അത് നനഞ്ഞ് അപ്പം ഇപ്പോഴും നമ്മൾ കല്ലുകൾ ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്നാൽ ഏത് ടൈമിനും ചെറിയ ഫ്രാക്ചർ വീഴും.
ഈ റൂബിയും ഇന്ദ്രനീലം ഇങ്ങനെയുള്ള കല്ലുകൾ ഡയമണ്ടിനൊക്കെ കുറവാണ്. എന്നാൽ ലോങ് ടൈമില് അത് അത്ര നല്ലതാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. മരതകം പോലുള്ള കല്ലുകൾ ഉപയോഗിക്കാതിരുന്നാൽ അത് ഫ്രാക്ചർ വീഴും, തന്നെ വീഴും, ഡ്രൈ ആയിട്ട്. ഇവിടെ എല്ലാ കല്ലുകളും നമ്മൾ മനുഷ്യനെ വീക്കുന്നു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒന്ന് കരട്ടി വെച്ചാൽ മതി. ഒരു ശനിയാഴ്ച രാത്രി കരട്ടി വെക്കും, ഞായറാഴ്ച രാത്രി ക്ലീൻ ചെയ്ത് റെഡിയാക്കുക, തിങ്കളാഴ്ച പോയിട്ട് വീണ്ടും ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലരാണെങ്കിൽ കയ്യിലെ ഇത് കല്ലിട്ടിരിക്കുക 10 രൂപ കല്ലായിട്ട് കല്ല് കണക്ക് വീട്ടേ ഇല്ല, കയ്യിലെ കൂടെയൊക്കെ ബൾജ് ചെയ്തിട്ടൊക്കെ വരും. ഭയങ്കര അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഊരിൽ ആരും അദ്ദേഹത്തെ പറഞ്ഞ് പീഡിപ്പിച്ചിരിക്കുക. അതായത് നമുക്ക് ഈ മോതിരക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി മാറ്റി വെക്കുന്ന തടസ്സങ്ങളൊന്നുമില്ല. ഞാനെന്റെ ഈ കല്ലൊക്കെ രാത്രി ഊരി വെക്കാറുണ്ട്. അതും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ കുളി കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കല്ല് എന്റെ ജീവിതത്തിൽ ചോദിക്കാനില്ല, ഒരു മാർക്ക് പോലും കുറവ് പോലും. കാരണം കല്ല് നെക്സ്റ്റ് ജനറേഷൻ ഉള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കോ ഈ കല്ല് സ്യൂട്ടബിൾ ആയിരിക്കും. നമ്മൾ ഈ കല്ല് ഉപയോഗിക്കുന്ന രത്നവും നമ്മൾ വളരെ പരിശുദ്ധിയോടെ അല്ലെങ്കിൽ ശുദ്ധമായിട്ട് നമ്മൾ അതിനെ സൂക്ഷിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ലേഡീസ് ഒക്കെ റിങ്ങൊക്കെ ഉപയോഗിക്കുന്നവര് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് എന്തിനു കൊടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റ് എത്ര ഹാർഡ് ഇരുമ്പാത്തട്ട് ഇങ്ങനെ നല്ല ഫയർ കൊടുത്തോണ്ടിരുന്ന അതിന് തന്നെ വ്യത്യാസം വരത്തില്ല. എത്രയോ സോഫ്റ്റാണ് നമ്മുടെ കല്ലുകൾ. ഡയറക്റ്റ് ആയിട്ട് കിച്ചണിൽ നിന്നുള്ള ഫ്ലെയിം വന്നതിൽ അടിക്കുന്നത് നല്ലതാണ്. രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് കുളി വെച്ചേക്കണം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് സുഖമായിട്ടില്ല അവിടെ കിടന്നുകൊണ്ട് രാത്രി ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അസ്വസ്ഥയില്ലാത്തവർക്ക് സുഖം ഓർണമെന്റ്സ് ആയി കിടന്നാല് ബുദ്ധിമുട്ടുള്ളവർ കുഴപ്പമില്ല. ഈ ഒരു സൂര്യരത്നത്തിന്റെ ഉപയോഗവും അല്ലെങ്കിൽ ഉപയോഗ രീതികളും ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. എന്നിരുന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഈ സൂര്യരത്നം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന പൊസിഷനിൽ ഇയാൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. ആൾക്ക് ആദിത്യ ദശയായിരുന്നു, പക്ഷെ എന്നിരുന്നാൽ പോലും ആൾക്ക് ആ സമയത്ത് ഒട്ടും അനുയോജ്യമല്ല. ദശാകാലത്തെ സ്പർശിക്കുന്നേയില്ല. ദശാകാലം ഒരു വിഷയം. ഞാൻ ചിലപ്പോൾ പലരുടെ നോക്കി ഞാൻ ദശാകാലം നോക്കാതെ പോലില്ലല്ലോ. ടൈം അങ്ങനെയൊക്കെ വേണ്ടത് അറിയാൻ വേണ്ടി ദശാകാലം നോക്കുന്നതല്ലാതെ കല്ല് നോക്കുന്നതിന് ദശാകാലം ആവശ്യമേ ഇല്ല. ആ ചാർട്ടും വിഷ്വൽ ചാർട്ടുകളും മാത്രമല്ല. ഈ ഒരു വ്യക്തിക്ക് ഈ റൂബി സൂര്യരത്നം ഏത് പൊസിഷനിലൊക്കെയാണ് നന്നായിട്ട് അനുയോജ്യമാകുന്നത്? അനുകൂലം ആയിട്ടുള്ള പൊസിഷൻസ് ഒരുപാട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചിങ്ങലഗ്നം ലഗ്നാധിപൻ തുലാത്തിൽ നീചത്തിൽ പോയി നിൽക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് റൂബി കൊടുക്കുക, അത്യാവശ്യം ക്യാരക്ടറിൽ കൊടുക്കുക. നീചാവസ്ഥ നന്നായിട്ടുണ്ടല്ലേ. തുലാത്തിലെ 10 ഡിഗ്രിയിൽ സൂര്യൻ നല്ല നീചം. അപ്പം ആ നീചാവസ്ഥ ഉണ്ടെങ്കിൽ ലഗ്നാധിപനാണ്. ലഗ്നാധിപന് നീചത്വം വന്നാലും വിഷ്വൽ ചാർട്ടോടെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് വന്ന ആ സൂര്യന്റെ ആ ഒരു പ്രഭ നമുക്ക് നന്നായിട്ട് കിട്ടും. അതിന്റെ നക്ഷത്രമോ സൂര്യനൊന്നും അല്ല ഇത്. ഇതിനകത്ത് ആ ലഗ്നം വിഷ്വൽ ചാർട്ടിന് മാത്രമാണ് തീരെ വീക്കാം. നീചത്തിന്റെ ലഗ്നാധിപൻ നീചത്തിപ്പോയി. അതായത് 12 മുറിയുള്ള ഒരു വീടിന്റെ ഉടമസ്ഥൻ സൂര്യനായിട്ട് ആയുർവേദത്തിൽ വേണമല്ലോ ബാക്കി കാര്യങ്ങൾ നടക്കാനായിട്ട്. പല കാര്യങ്ങളും നമ്മൾ കുറച്ച് ലോജിക്കോടെ ചിന്തിക്കണം. ഇതിനകത്ത് വളരെ അത്യാവശ്യമായിട്ട് വേണം. ഇപ്പൊ പ്രത്യേകിച്ച് രീതിയിലുള്ള ഒരാളായാലും നോക്കുകയാണെങ്കിൽ ലഗ്നാധിപനെ ഞാൻ ബൂസ്റ്റ് ചെയ്തത്. ലഗ്നാധിപനെ ബൂസ്റ്റ് ചെയ്യുക. അപ്പൊ ആരോഗ്യം ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് സൂര്യൊക്കെ ഉപയോഗിക്കുമ്പോൾ വൈറ്റലിറ്റി ചൈതന്യം ഉണ്ടാവും. റെഡ് എനർജി നമ്മുടെ ബോഡിക്ക് നന്നായിട്ട് വരും. സൂര്യൻ റെഡ് എനർജിയാണ് തരുന്നത്. നമ്മളാണല്ലോ സൂര്യപ്രകാശമൊക്കെ കിട്ടാനും ഒക്കെ പറയുന്നത്. നമ്മള് ലഗ്നങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ രാശികളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇതിന് മുമ്പുള്ള എപ്പിസോഡില് നമ്മൾ പറഞ്ഞ് വന്ന കാര്യമായിരുന്നു കുംഭ ലഗ്നം, അതിനെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചു വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ധാരാളം സംശയങ്ങളുണ്ട്. കുംഭലഗ്നമാണ്
ഞാൻ ഏത് രത്നമാണ് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രാശിയാണല്ലോ, ഇന്ന രാശിയാണ്, ഞാൻ ഏത് രത്നത്തിലേക്ക് പോകണം, അങ്ങനെയുള്ള സംശയങ്ങൾക്ക് ധാരാളം പ്രേക്ഷകരോട് ചോദിക്കുന്നു. അപ്പൊ ഇത് അവർക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു രത്നത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് പോകാൻ പറ്റുക? കുംഭരാശി എന്ന് പറയുന്നത് സോഡിയാക് സൈനിൽ 11th പ്രോഫിറ്റബിൾ സൈൻ രാശി, അതായത് 11th പൊസിഷനാണ് കുംഭത്തിൽ. അപ്പം കുംഭരാശിയില് ശനിക്ക് വേറൊരു ഫേസ് ആവുക, കുറച്ചും കൂടെ നല്ല പ്രിൻസിപ്പളുള്ള ആൾ, കാര്യങ്ങൾ ഒരു ജസ്റ്റിസ് ആയിട്ട് ന്യായമായിട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നൊരു ഒരിതാണ്. മറ്റേ പോലെ സൈൻ ഓഫ് ക്യാപ്രിക്കോണിലാണ് നമുക്ക് ബിസിനസ്സാണ്. 10ാം ഭാവത്തിൽ ബിസിനസ്സാണ്. 11 പറയുമ്പോൾ അതിന് ബിസിനസ് അല്ല. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നല്ലൊരു പ്രിൻസിപ്പൾ ബേസിക് ആയിട്ട് നല്ല അടിസ്ഥാനമുള്ള ആളും നല്ല കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നടത്താനും ഒക്കെയുള്ള പ്രാപ്തി കഴിയും ശരിക്കും എല്ലാ കാലവും ഇവിടെയുമുണ്ട്. മനസ്സിലായില്ലേ? ശരിക്കും മനുഷ്യനെ അവന് നന്മയിലേക്ക് വേണം നയിക്കുന്നുണ്ട്. അവനെ ശരിക്കും ട്രെയിൻ ചെയ്യും. ട്രെയിനിങ് ആണ് നമ്മൾ പറയുന്നത് പോലെ സമയാവകാശമാണ് കഷ്ടപ്പെടുന്നത്. ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിലേക്ക് അവന് അപ്പോയിൻമെന്റ് കിട്ടി അവന് ട്രെയിൻ പീരീഡ് നടന്നുകൊണ്ടിരിക്കും. ആ ട്രെയിനിങ് എടുക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാകും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കുംഭരാശിയാണ്. അതുകൊണ്ടാണ് വ്യാഴം അവിടെ ഒരു കംഫർട്ടബിൾ രാശിയായിട്ട് നിൽക്കുന്നത്. വ്യാഴത്തിന് കുംഭത്തിലെ വ്യാഴം കർക്കിടകത്തിന് തുല്യമാണ്. ഉച്ചസ്ഥിതി പോലെ തന്നെ നിൽക്കും. കാരണം വ്യാഴവും നമുക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും വിസ്ഥാനത്തിരിക്കുവാനും ഒക്കെ വ്യാഴത്തിനാണ്. ഇപ്പൊ അത് വ്യാഴം വളരെ കംഫർട്ടബിൾ അവിടെ. മകരം രാശിയിൽ വ്യാഴം കംഫർട്ടബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞു. ബിസിനസ് രാശിയെ വ്യാഴം ബിസിനസ് അല്ല. അപ്പൊ ഈ കുംഭത്തിന്റെ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ കുംഭ ലഗ്നത്തെ കുറിച്ച് പറയാം. ലഗ്നം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുംഭലഗ്നം എന്ന് പറയുന്നത് കുംഭലഗ്നം ശനിയുടെ ലഗ്നം. ഇപ്പൊ ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുന്നു. ശനിയുടെ കല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാം. ഇനി 12 മകരത്തിലാണെന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മകരവും കുംഭവും ശനിയുടെ ഹൗസസാണ്. ഇനി ലഗ്നാധിപനായ ശനി പോയി തുലാത്തിൽ പോയി നിൽക്കുന്നു. കുംഭവും തുലാവും വളരെ കുംഭലഗ്നക്കാർക്ക് എപ്പോഴും തുലാം എന്ന് പറയുന്നത് ഭാഗ്യ സ്ഥാനമാണ്. തുലാം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ്. കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. 9 എപ്പോഴും ഭാഗ്യസ്ഥാനം കൂടെയാണ്. ഭാഗ്യസ്ഥാനത്തിന് നല്ലൊരു ശുക്രനാണ്. അപ്പൊ ശുക്രന്റെ രാശിയിൽ ലഗ്നാധിപനായ ശനി പോയി നിൽക്കുന്നു. ശനിയുടെ ഉച്ചരാശി. ശനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് രാശി തുലാം രാശിയാണ്. വാസാണ്, ബിസിനസ്സാണ്, കച്ചവടമാണ്. അതുകൊണ്ട് കച്ചവടക്കാരനാണ് ശനി എന്ന് പറയും. ശനി ദശയിൽ നമുക്ക് പണം വരും. നമ്മളെന്തെല്ലാം ട്രബിൾസ് കൂടെ പോയാലും നമുക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് വരുന്നതും ഫൈനാൻസ് വരുന്നതും ശനിയുടെ രീതിയിൽ തന്നെയാണ്. നല്ല ബിസിനസ്സുകാരെല്ലാം നല്ല ശരിക്കാരാണ്. അപ്പൊ ഇത് ലഗ്നാധിപൻ പോയി അവിടെ നിന്നു. ഏറ്റവും ബെസ്റ്റാണ് ശനിയുടെ കല്ല് ധരിക്കാൻ. ക്യാരറ്റ് എത്ര വേണമെന്നുള്ളത് ഡിവിഷണൽ ചാർട്ടും മറ്റു കാര്യങ്ങൾ. ഇപ്പൊ ശനി മാത്രമേ ആ ചാർട്ടിനകത്ത് നന്നായിട്ട് നിൽക്കുന്നുള്ളൂ. ഈവൻ ശുക്രൻ പോലും നീച്ചത്തിൽ, തുലാം രാശിയുടെ അന്വൻ പോലും നീച്ചത്തിൽ നിൽക്കുന്നു, കന്നി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാരറ്റ് കൂടുതൽ കൊടുക്കും. അതേസമയം ബാക്കി പല ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഒക്കെ നല്ല സ്ഥാനങ്ങളിലൊക്കെ നിൽപ്പുണ്ട്. ശനി പോയി ഉച്ചസ്ഥാനത്തേക്കാണെങ്കിൽ ഒരുപാട് ക്യാരറ്റേജ് അവിടെ വേണ്ട. ഉണ്ട്. ബലമില്ലാതെ വരുമ്പോഴാണല്ലോ നമുക്ക് ശരീരത്തിന് തന്നെ നമുക്ക് ബലമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെഡിസിൻസും അല്ലെങ്കിൽ ശരീരം നന്നാകാനുള്ള സംഗതികളും തിരിമും കാര്യങ്ങളും എല്ലാം കൊണ്ടല്ലേ നമുക്ക് റിജുവിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ആ നാട്ടിലൊരു സ്പോർട്സ് താരമാണ്. പുള്ളിക്ക് ഒരുപാട് വേണം ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഗ്രഹങ്ങള് വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ
ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. ആ ഗ്രഹം മാത്രമേ ഉള്ളൂ ആ നവഗ്രഹങ്ങളിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് ക്യാരക്ടർ കൂടുതലാണ് ഉറപ്പായിട്ടും. അപ്പൊ തുലാം ലഗ്നക്കാരൻ കുംഭലഗ്നക്കാരന് തുലാത്തിൽ ശനി നിൽക്കുന്നു. ഇനി ഇതിന് വേറൊരു ഗുണമാണ്. ഇപ്പൊ തുലാത്തിൽ പോയി ശനി നിൽക്കുന്നു, ഈ ശുക്രൻ വന്ന് കുംഭലഗ്നത്തിൽ നിൽക്കുന്നു. അത് അസാമാന്യ യോഗമാണ്. ഭാഗ്യാധിപൻ ലഗ്നത്തിൽ, ഭാഗ്യാധിപൻ കുംഭലഗ്നത്തില്, ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ കുംഭലഗ്നത്തിൽ, ലഗ്നാധിപനായിരിക്കുന്ന ശനി തുലാത്തിൽ നിൽക്കും. പരസ്പര പരിവർത്തന യോഗം എന്ന് പറയും. വളരെ സവിശേഷപ്പെട്ട ഒരു സവിശേഷതയുണ്ട്. ക്ഷേത്രങ്ങൾ ശനി പോയി ശുക്രൻ പോയി ശനിയുടെ നാശിപ്പ് എടുക്കുന്ന ഇവരിൽ നിന്ന് ഭയങ്കര ഒരു ഫ്രണ്ട്ലി പരസ്യം നോക്കാം. നമ്മള് ബ്ലൂ വൈറ്റോടെ എത്രയോ ഭംഗിയായിട്ട് പോകും. ആ കളർ വരച്ചു നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് കല്ലുകൾ കണ്ടുപിടിക്കാൻ എളുപ്പം. ഒരു പേപ്പർ എടുത്തിട്ട് ചുമലയും നീലയും വരച്ചു നോക്കി ശരിക്കുമോ? എത്ര ചേർച്ച കാണുന്നത്. അതിന് നീലയും വെള്ളയും യൂണിഫോമുകൾ തന്നെയില്ല. വെള്ള നീല യൂണിഫോം ഇതേപോലെ കോമ്പിനേഷനാണ്. അപ്പൊ ഡയമണ്ട് ഈ സ്യൂട്ടബിൾ ആണ്. ഈ കുംഭലഗ്നത്തിന്റെ ഡിവിഷണൽ ചാർട്ടില് ശുക്രന്റെ നീചത്വമോ മറ്റു ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് പാടില്ല. പക്ഷെ കുംഭലഗ്നത്തിൽ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു, 9 ശനി തുലാത്തിൽ നിൽക്കുന്നത് ലൂസഫെയറും ഡയമണ്ടും യൂസ് ചെയ്യാം. ഡയമണ്ട് മാത്രം കുട്ടികൾക്ക് ചെറുപ്പമായ പഠനകാലത്ത് ഡയമണ്ട് കൊള്ളത്തില്ല. പകരം അവിടെ എന്ത് ഉപയോഗിക്കും? ടോപ്പാസ് ഉപയോഗിക്കും. വൈറ്റ് ടോപ്പാസ് ഉപയോഗിക്കും. വൈറ്റ് സഫയർ നല്ലതാണ്, പക്ഷെ വൈറ്റ് സഫയർ കിട്ടത്തില്ല. നല്ല വൈറ്റ് സഫയർ. അപ്പോൾ വൈറ്റ് ടോപ്പാസ് എനിക്ക് ഈ ഒരു വിവരങ്ങളുണ്ട്. പഠനകാലത്ത് കുട്ടികൾ ഈ ഡയമണ്ട് ഉപയോഗിക്കുന്നതും ഡയമണ്ടിന് പകരമായിട്ട് ഈ വൈറ്റ് ഓപ്പാസ് ഉപയോഗിക്കും. ഈ ഒരു വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈറ്റപ്പ് ചെയ്യാനുള്ള സമയമായി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടു.